ശ്രീരാഗം കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാനിന്നിവിടെ പുരാണ കഥാമൃതത്തിൽ പറയുന്നത് ചണ്ടാളനായി തീർന്ന മിത്രസഹ രാജാവിൻ്റെ കഥയാണ്. പണ്ട് പണ്ട് സൂര്യവംശത്തിൽ മിത്രസഹൻ എന്നു പേരുള്ള പ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു. ധീരനും ബുദ്ധിമാനുമായ മിത്രസഹ രാജാവ് സൗന്ദര്യത്തിലും സൗമ്യതയിലും ചന്ദ്രനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. ധർമ്മരാജാവിനെ വെല്ലുന്ന ധർമ്മനിഷ്ഠ, ദേവേന്ദ്രനെ വെല്ലുന്ന സമ്പത്തിൻ്റെ ഉടമ, കൈലാസഗിരിയോളം വരുന്ന ഉറച്ച മനസ്സ്, വിഷ്ണുവിന് തുല്യമായ വിക്രമം, ആദിത്യന് തുല്യമായ പ്രതാപം, കാമദേവനെ വെല്ലുന്ന ദേഹകാന്തി, ബൃഹസ്പതിയെ വെല്ലുന്ന നീതിശാസ്ത്രബോധം, തികഞ്ഞ ദാനശീലനും കൂടിയായ മിത്രസഹ രാജാവ് ബന്ധുജനങ്ങളും മന്ത്രിവൃന്ദത്തോടുമൊപ്പം രാജ്യം ഭരിച്ചു വന്നു. ഇക്ഷ്വാകു വംശജയായ ദമയന്തി ആയിരുന്നു മിത്രസഹ രാജാവിൻ്റെ പത്നി. സുന്ദരിയും സുലക്ഷണയുമായ പത്നിയോടൊപ്പം സുഖമായി കഴിഞ്ഞു വന്നു മിത്രസഹ രാജാവ്. മിത്രസഹൻ ഒരു ദിവസം നായാട്ടിനായി പരിവാരങ്ങളോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെട്ടു. അനേകം മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ രാജാവിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ നേരെ അലറിക്കൊണ്ടുവന്ന രാക്ഷസനെ മിത്രസഹ രാജാവ് ഞൊടിയിടയിൽ വധിക്കുകയുണ്ടായി. ഈ രംഗം കണ്ടുകൊണ്ട് അവിടെ വന്ന രാക്ഷസന്റെ സഹോദരൻ വർദ്ധിച്ച പേടിയോടുകൂടി ഒരു ഗുഹയിൽ കയറി അഭയം പ്രാപിച്ചു. തൻ്റെ ജ്യേഷ്ഠനെ നിഷ്ഠൂരമായി വധിച്ച രാജാവിനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് ആ രാക്ഷസൻ തീരുമാനിച്ചു. ഇന്ദ്രനെ പോലും ജയിക്കാൻ തക്ക പരാക്രമശാലിയായ തൻ്റെ ജ്യേഷ്ഠനെ വധിച്ച മിത്രസഹ രാജാവിൻ്റെ ശക്തി അറിയാവുന്ന ആ രാക്ഷസൻ രാജാവുമായി നേരിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറായില്ല. അത് തൻ്റെ നാശത്തിന് കാരണമാവുമെന്ന് അവനറിയാമായിരുന്നു. ആ രാക്ഷസൻ തൻ്റെ മായാപ്രയോഗം കൊണ്ട് മിത്രസഹ രാജാവിനെ ചതിച്ചു കൊല്ലാൻ തീരുമാനിച്ചു. തൻ്റെ മായ കൊണ്ട് മനുഷ്യരൂപം ധരിച്ച ആ രാക്ഷസൻ മിത്രസഹ രാജാവിൻ്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് വണങ്ങിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: "അല്ലയോ രാജൻ, അങ്ങെന്നെ രക്ഷിക്കണം. ഒരു ക്ഷത്രിയ കുലജാതനായ ഞാനിതാ അങ്ങയുടെ പാദങ്ങളെ ശരണം പ്രാപിക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത എനിക്ക് പാചകവൃത്തി നന്നായിട്ടറിയാം. ആഹാരവും കിടക്കാൻ ഒരിടവും തന്നാൽ ഈയുള്ളവൻ എന്നെന്നും അങ്ങയുടെ ദാസനായി കഴിഞ്ഞുകൊള്ളാം." ദയാലുവായ മിത്രസഹൻ അത് കേട്ടപ്പോൾ തൻ്റെ കാൽക്കൽ വീണ് യാചനാസുരത്തിൽ അപേക്ഷിക്കുന്ന ആ മായ രാക്ഷസനെ തൻ്റെ പാചകക്കാരനായി നിയമിച്ചു. ആ രാക്ഷസൻ രാജാവിനെ ചതിക്കാനുള്ള ഊഴവും കാത്തിരുന്നു. അങ്ങനെ മിത്രസഹന്റെ പിതാവിൻ്റെ ശ്രാദ്ധ ദിനത്തിൽ കുലഗുരുവായ വസിഷ്ഠനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ പാദം കഴുകി പൂജിച്ച് സൽക്കരിച്ചു. ശ്രാദ്ധത്തിൻ്റെ ഊണിന് വേണ്ടി തയ്യാറാക്കിയ സർവ വിഭവങ്ങളും ആ രാക്ഷസൻ വസിഷ്ഠമുനിക്ക് വിളമ്പുന്നതോടൊപ്പം തന്നെ മനഃപൂർവ്വം മിത്രസഹനെ ചതിക്കാനായി മനുഷ്യമാംസം കൂടി കറി വെച്ച് ആ ഇലയിൽ വിളമ്പി. താപസ ശ്രേഷ്ഠനായ വസിഷ്ഠൻ തനിക്കുള്ള വിഭവങ്ങളുടെ കൂട്ടത്തിൽ മാംസം കൊണ്ടുണ്ടാക്കിയ കറി കണ്ടുപിടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. കോപം കൊണ്ട് ജ്വലിച്ച ആ മാമുനി അതിക്രൂരമായി ആ രാജാവിനെ ശപിച്ചു: "ഹേ മിത്രസഹ, നിന്റെ സൽക്കാരം ബഹുകേമം തന്നെ. ഏറ്റവും നിന്ദ്യമായ മനുഷ്യമാംസം തന്ന് എന്നെ നീ ചതിക്കാൻ ശ്രമിച്ചു. അതിനാൽ ഞാൻ നിന്നെ ശപിക്കുന്നു. ഹേ ദുഷ്ട, രാക്ഷസ സ്വഭാവമുള്ള നീ ഇന്നു മുതൽ രാക്ഷസനായി 12 വർഷം അലഞ്ഞു തിരിയട്ടെ." വസിഷ്ഠമുനിയുടെ ശാപം കേട്ട് സങ്കടവും കോപവും വന്ന മിത്രസഹ രാജാവ് പറഞ്ഞു: "അല്ലയോ താപസ ശ്രേഷ്ഠ, പരമാർത്ഥം മനസ്സിലാക്കാതെയാണല്ലോ അങ്ങെന്നെ ശപിച്ചത്. സൂര്യവംശത്തിൽ പിറന്നവരാരെങ്കിലും ഈ നീചവൃത്തി ചെയ്യുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കേവലം കോപത്താൽ ഈ ദാസനെ ശപിച്ചത് സാഹസമായി പോയി. അതിനാൽ എൻ്റെ തപശക്തി ഉപയോഗിച്ച് ഞാനിതാ അങ്ങയെയും ശപിക്കാൻ പോവുകയാണ്" എന്നു പറഞ്ഞ് മാമുനിയെ ശപിക്കാനായി ജലവും കയ്യിലെടുത്ത് കോപാകുലനായി നിൽക്കുന്ന മിത്രസഹ രാജാവിനെ പത്നി ദമയന്തി സാന്ത്വന വാക്കുകൾ പറഞ്ഞ് അതിൽ നിന്നും വിലക്കി. ഒടുവിൽ കോപമടങ്ങിയ മിത്രസഹ രാജാവ് കയ്യിലിരുന്ന ആ ശാപജലം അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തന്നെ അദ്ദേഹം ഒഴിച്ചു. ഉടനെ അദ്ദേഹത്തിൻ്റെ പാദം കറുത്ത നിറമായി തീർന്നു. അന്നു മുതൽ മിത്രസഹന് കൽമഷപാദൻ എന്ന ഒരു പേര് കൂടി ഉണ്ടായി.
മുനിയുടെ ശാപവാക്കുകൾ ഫലിച്ച് രാക്ഷസനായി തീർന്ന ആ മിത്രസഹരാജാവ് ആദ്യം തന്നെ തൻ്റെ ആ പാചകക്കാരനായ ആ രാക്ഷസനെ പിടിച്ച് ഭുജിച്ച ശേഷം കാട്ടിലേക്ക് ഓടിപ്പോയി. ഉഗ്രമായി അട്ടഹസിച്ചുകൊണ്ട് കാനനം മുഴുവൻ വിറപ്പിച്ച് നാനാദിക്കിലും പാഞ്ഞു നടന്ന് ആ കൽമഷപാതൻ കണ്ണിൽ കണ്ട മനുഷ്യരെയെല്ലാം ഭക്ഷിച്ച് അവരുടെ രക്തവും പാനം ചെയ്തു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം യുവതാപസ ദമ്പതികൾ വസിക്കുന്ന ഒരു ആശ്രമത്തിൽ ചെന്ന് കൽമഷപാതൻ അവിടുത്തെ ബ്രാഹ്മണകുമാരനായ താപസനെ പിടിച്ചു തിന്നാൻ തുടങ്ങിയപ്പോൾ യുവതിയായ ആ താപസ പത്നി വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: സൂര്യവംശജനായ ഹേ രാക്ഷസ, ഇന്ന് നീ നിശാചരനായിരിക്കുന്നു. നിന്റെ കോപവും ക്രൂരകർമ്മവും ഉപേക്ഷിച്ച് എൻ്റെ പതിയെ നീ എനിക്ക് വിട്ടുതരിക. അതുമൂലം നിനക്ക് മംഗളമേ സംഭവിക്കുകയുള്ളൂ. നീചകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈശ്വരാനുഗ്രഹം ലഭിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കുക. എൻ്റെ സർവസ്വവുമായ എൻ്റെ പതിയെ നീ എനിക്ക് തന്ന് ശാപത്തിൽ നിന്നും മുക്തി നേടി ശാന്തനായി വസിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ താപസഭഗ്നിയുടെ കണ്ണുനീരിൽ കുതിർന്ന വാക്കുകളൊന്നും കേൾക്കാതെ ആ കൽമഷപാതൻ ആ യുവതാപസനെ കൊന്നു തിന്നു. വിധവയായ ആ സ്ത്രീരത്നം വാവിട്ട് കരഞ്ഞുകൊണ്ട് കൽമഷപാതനെ ശപിച്ചു: ഹേ ദുർബുദ്ധിയും നിഷ്ഠൂരനുമായ രാക്ഷസ, ഏതെങ്കിലും ഒരു നാൾ ഒരു സ്ത്രീയെ തൊടുന്ന നിനക്ക് നാശമുണ്ടാകും, ഇത് സത്യം. എന്നിട്ട് താൻ ഒരുക്കിയ ആ ചിതയിൽ സ്വന്തം പതിയോടൊപ്പം ആ സ്ത്രീരത്നവും വീരസ്വർഗം പ്രാപിച്ചു. അങ്ങനെ 12 വർഷക്കാലം രാക്ഷസനായിക്കൊണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്ത കൽമഷപാതൻ ശാപവേള അവസാനിച്ചപ്പോൾ വീണ്ടും പൂർവ്വരൂപത്തിൽ തൻ്റെ കൊട്ടാരത്തിലെത്തിയ മിത്രസഹനെ എല്ലാവരും ആദരപൂർവം സ്വീകരിച്ചു. സന്തോഷാധിക്യത്താൽ സ്വന്തം പത്നിയെ ദമയന്തിയെ പുണരാൻ ശ്രമിച്ച രാജാവിന് പെട്ടെന്നാണ് ആ താപസപത്നിയുടെ ശാപവാക്കുകൾ ഓർമ്മയിലെത്തിയത്. രാക്ഷസ ജീവിതത്തിനിടയിൽ തനിക്കേറ്റ ആ ശാപത്തെ മിത്രസഹൻ ദമയന്തിയെ അറിയിച്ചു. അതിനുശേഷം അതീവ ദുഃഖിതനായ രാജാവ് തൻ്റെ രാജ്യവും കൊട്ടാരവും ഉപേക്ഷിച്ച് ശുദ്ധഹൃദയനായി താപസവൃത്തി സ്വീകരിച്ച് വനത്തിൽ താമസമാക്കി. സന്തതി പരമ്പരകളില്ലാതെ സൂര്യവംശം നശിക്കാതിരിക്കാൻ കുലഗുരു വസിഷ്ഠൻ സൗധധർമ്മ വിധിപ്രകാരം ദമയന്തിയിൽ പുത്രോത്പാദനം നടത്തി. പിന്നീട് രാജാവ് തന്നെ ബാധിച്ച ബ്രഹ്മഹത്യാ പാപം തീർക്കാനായി ഗോകർണത്തിലേക്ക് പോകുകയും ചെയ്തു. ഇതാണ് കഥ. നമസ്കാരം. ഓം നമഃ ശിവായ.